ഒഡീഷ ട്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ്. രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൌത്യ സംഘങ്ങളുടെ മേധാവികൾ മാധ്യമങ്ങളോട് സംസാരിച്ചു. കേണൽ എസ്.കെ. ദത്തയുടെ പ്രതികരണത്തിലേക്ക്. You can see that it's very why you have got spend more time here before me. So, rescue operation is over or still? No, it is still going on. Still going on. We are working with the NDRF. So, what do you? Okay. रात के बाद दिन में भी चालू है. आप सी ना स्थिति आप वहाँ पे देख लीजिए. NDRF का टीम मतलब आप आर्मी से है तो आर्मी अलग ही काम करिए. आर्मी सिविल एडमिनिस्ट्रेशन के साथ काम कर रहे हैं और NDRF के साथ है सर. हमारी कल रात से हमारी 6 टीम लगी हुई है यहाँ पर और हमारे डॉग्स भी लगे हुए हैं और हमारी मेडिकल टीम भी लगी हुई है और लगातार हम काम कर रहे हैं. जितना बन सके हम लोग सभी मिलकर काम कर रहे हैं. जितने थे लाइव विक्टिम लगभग हम लोग निकाल लिए हैं और अभी जो भी डेड बॉडीज है उनको हम लोग निकाल रहे हैं. टाइम तो अभी आस्ते आस्ते निकाल रहे हैं, जल्दी तो हो नहीं सकता है देखते हुए कई की मैंगल्ड बॉडीज है, तो इसीलिए अपने आप का सेफ्टी को देखते हुए हमको काम करना है. हो जाएगा जल्दी. नहीं बस 6 टीम है जी. NDRFന്റെ സീനിയർ കമാൻഡന്റ് ജേക്കബ് കിസ്പോട്ടയുടെ പ്രതികരണം കൂടിയാണ് കണ്ടത്. സ്ലീപ്പർ ജനറൽ കോച്ചുകളിലാണ് മരണം ഏറെയുമെന്ന് അപകടത്തിൽപ്പെട്ട കോറമന്റൽ എക്സ്പ്രസ് ട്രെയിനിലെ യാത്രക്കാരനായിരുന്ന ഷംസുദ്ദീൻ ന്യൂസ് 8നോട് പ്രതികരിച്ചു. ട്രെയിനിൽ തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കുമുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളമുണ്ടായിരുന്നു. അപകടം നടന്നത് ഒറ്റപ്പെട്ട മേഖലയിലായതുകൊണ്ട് ജനങ്ങൾ എത്തിപ്പെടാൻ വൈകി. വെളിച്ചക്കുറവ് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചതായും ഷംസുദ്ദീൻ പറഞ്ഞു. ഇവിടെ ഈ ഒഡീഷയിലെ ജലോസറിനടുത്തുള്ള ബഹങ്ക എന്ന് പറഞ്ഞ ചെറിയൊരു സ്റ്റേഷന്റെ സമീപമാണ്. അവിടെ ഈ ട്രെയിനിന് സ്റ്റോപ്പൊന്നുമില്ല. അപ്പൊ അവിടെ ഏകദേശം ഒരു 6:30 കഴിഞ്ഞ് കാണും. കുറച്ച് ഇരുട്ട് വരുന്ന സമയമാണ്. ഒരു റിമോട്ട് വില്ലേജ് ആണ്. അവിടെ എത്തുമ്പോൾ ഈ കോറമാണ്ടലാണ് ആദ്യം ഡീറെയിലായത്. ഇത് പോയി ഒരു ഡീറെയിലായി ഒരു ഗൂഡ്സിനടിച്ചു. ഓൾമോസ്റ്റ് എല്ലാ ബോഗികളും കീഴ്മേൽ മറിഞ്ഞു. പാൻട്രി കാർ കത്തി. എല്ലാ ബോഗികളും പരസ്പരം ബന്ധം വിട്ടതുകൊണ്ട് തീ പടർന്നില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ ധാരാളം ഉണ്ടായിരുന്നു ഈ വണ്ടിയിൽ. അവർ ചെന്നൈയിലേക്കും കേരളത്തിലൊക്കെ വരുന്നത്. അവര് ഈ ബാക്കിലായിരുന്നു, ഈ സ്ലീപ്പറിലും ജനറലും. അവിടെയാണ് കൂടുതൽ മരണങ്ങൾ ഉണ്ടായത്. ചില AC കോച്ചിലും മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുറത്ത് വന്നപ്പോ ആളുകൾ ഇങ്ങനെ ബഹളവും കരച്ചിലും ഒരു ഇരുട്ടും ഒരു വല്ലാത്ത ഭീകരമായ അവസ്ഥയായിരുന്നു. എല്ലാ വണ്ടികളും പരസ്പരം വേർവിട്ട് കിടക്കുന്നു. നേരോ റോഡാണ്. ഈ റോഡിലെ മേലെ ട്രെയിനിന്റെ ഒരു കോച്ച് വീണുപോയി. അപ്പൊ അതുകൊണ്ട് വണ്ടി വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ റെസ്ക്യൂ ഓപ്പറേഷൻ നാട്ടുകാരും ട്രെയിനിലെ തൊഴിലാളികളും ചേർന്നാണ് ചെയ്തത്. ഇത് വണ്ടി വിട്ട ഉടനെ ആയതുകൊണ്ട് എല്ലാവരും ഇരിക്കുന്ന പൊസിഷനിലായിരുന്നു. ഒരു 6:30 സമയല്ലേ. കിടക്കുകയും മറ്റുമൊക്കെ അപ്പർ ബർത്തിലൊക്കെ ആണെങ്കിൽ ആള് തെറിച്ചു വീണും ധാരാളം പരിക്കുകൾ പറ്റുമായിരുന്നു. അപ്പൊ ഇരുന്നത് കൊണ്ടാണ് ഞങ്ങളൊക്കെ മുറുക്കെ പിടിച്ചിരുന്നത്. അതുകൊണ്ട് തെറിച്ചു വീണില്ല. ആദ്യ അപകടം പറ്റിയത് കോറമാണ്ടലാണ്. കോറമാണ്ടൽ അപകടം പറ്റി ഗൂഡ്സിൽ ചെന്ന് ഇടിച്ച് എല്ലാ പാളത്തിന്റെ മുകളിലേക്കും ഇതിന്റെ കോച്ചുകൾ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് പോയി വീണു. അപ്പൊ ആ വീണ് കിടക്കുന്ന ഇതിന്റെ കോച്ചിന്റെ മേലേക്കാണ് ഈ വന്ന ബാംഗ്ലൂർ ഹൗറ ട്രെയിൻ വന്ന് ഇടിച്ചത്. ഒഡീഷയിൽ നിന്ന് ഓൾ ഇന്ത്യ മലയാളി റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ നേരത്തെ ന്യൂസ് 8മായി സംസാരിച്ചിരുന്നു. അവരുടെ വാക്കുകളിലേക്ക്. ശ്രീ ഉദയകുമാർ നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹം ഓൾ ഇന്ത്യ മലയാളി ഫെഡറേഷൻ്റെ ഒഡീഷ ചാപ്റ്ററിൻ്റെ പ്രതിനിധി കൂടിയാണ്. ശ്രീ ഉദയകുമാർ, എന്താണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി? ഞങ്ങൾ കേരളത്തിൽ നിന്നും ഈ ദുരന്തത്തെ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ വ്യാപ്തി അങ്ങേയറ്റം വലുത് എന്നുള്ളതാണ്. താങ്കൾ അപകട സ്ഥലത്തിന് സമീപത്തുള്ള വ്യക്തി കൂടിയാണ്. എന്താണ് ആ വ്യാപ്തി താങ്കൾ നേരിട്ട് മനസ്സിലാക്കുന്നത്? എന്താണ് അവിടുത്തെ സാഹചര്യം? ശ്രീ ഉദയകുമാർ. ഇന്നലെ ഈ അപകടം ആയത് വൈകിട്ട്. ആ സമയത്ത് കംപ്ലീറ്റ് രാത്രിയായിരുന്നു. അതുകൊണ്ട് ഇത്ര നമുക്ക് വിഷ്വൽസ് ക്ലിയർ അല്ലായിരുന്നു. ഒരുപാട് സസ്പെൻസുകൾ ഉണ്ടായിരുന്നു. അത് ഫൈനലി രാവിലെ വെളിച്ചമായപ്പോ നമുക്ക് ഒരു ക്ലിയർ പിക്ചർ എല്ലാവർക്കും കാണാം TV കൂടെ. ഇങ്ങനെ 3 വണ്ടികളെ കൂട്ടിടിച്ചിരിക്കുന്നത്. ഓൾ ടുഗദർ 3 തീവണ്ടികൾ അതിനകത്തുള്ളത്. ഒന്ന് ആദ്യം ഗുഡ്സ് ട്രെയിൻ ബഹനഗ സ്റ്റേഷനിന്റെ അടുത്ത് കിടപ്പുണ്ട്.
സെയിം ലൈനിനകത്ത് അപ്പ് ലൈനിനകത്ത് കൊറമണ്ടൽ വരുന്നു, അതിനെ ഇടിക്കുന്നു. അതിന്റെ ഒരു 12 ബോഗി എല്ലാം ചെല്ലി വീഴുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് തന്നെ അപ്പുറത്തെ ഡൗൺ ലൈനിനകത്ത് പോകാൻ വേണ്ടിയുള്ള മലയാളി റെസിഡൻസ് അസോസിയേഷൻ ഒഡീഷ ചാപ്റ്റർ ഭാരവാഹികളുടെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ കേട്ടത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.